ഹായ് ഓൾ, വെൽക്കം ടു CC. ഞാൻ അഞ്ജിത. CC ഓണം നല്ലോണം പഠിച്ചോണം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിൽ സയൻസ് ഭാഗത്ത് നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പൊ ആ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ CC ലേണിംഗ് ആപ്പ് ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം നമ്മുടെ ഈ ഒരു CC ലേണിംഗ് ആപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ടൈപ്പ് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി നോക്കുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. അതിനി ടീച്ചിങ് എക്സാംസ് ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, റെയിൽവേ എക്സാംസ് ആയിക്കോട്ടെ, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഈവൻ എൻട്രൻസ് എക്സാംസിന് വരെ നോക്കുന്ന കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് നമ്മുടെ CC ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡെയിലി മോക്ക് എക്സാമുകൾ, അതേപോലെ തന്നെ ഫ്രീ ക്വിസസ്, അതേപോലെ കറണ്ട് അഫയർസിന്റെ അപ്ഡേറ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ PDF, അതേപോലെ നിങ്ങൾ ചെയ്യുന്ന ക്വിസുകളിലേക്ക് നിങ്ങളുടെ റാങ്ക് ഏത് ലെവലിലാണ് വരുന്നത്, നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ചാർട്ട് വൈസ് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ഒക്കെ നമ്മുടെ ആപ്പ് വഴി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേത് ഇപ്പൊ തന്നെ നമ്മുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ RRB ഗ്രൂപ്പ് ഡി എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സയൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ബയോളജി എന്ന് പറയുന്ന ടോപ്പിക്കില് നിങ്ങൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള ടോപ്പിക് എടുത്ത് നോക്കാതെ തന്നെ ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ പോയാൽ തന്നെ എല്ലാ വിധത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിലേക്കും എത്താൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ എത്രയും കൂടുതൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, അത്രയും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി നിങ്ങൾ കണ്ടന്റ് ആയിട്ട് എടുത്ത് വെച്ച് നോക്കിയിട്ടില്ല എങ്കിൽ കൂടിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത് വഴി മാത്രം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഇപ്പൊ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓരോ ക്വസ്റ്റ്യനും അതിന്റെ റിലേറ്റഡ് ഫാക്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യണ്ട. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ടേം സെറികൾച്ചർ ഇസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ സെറികൾച്ചർ എന്ന് പറയുന്ന ടേം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? അതിൽ ഫിഷ് ഫാമിംഗ്, സിൽക്ക് ഫാമിംഗ്, ബേർഡ് ഫാമിംഗ്, ബീ ഫാമിംഗ് എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ആണ് കാണുന്നത്. അപ്പൊ ഇതിൽ നിന്നും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, സെറികൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? സിൽക്ക് വേംസിന്റെ ആ ഒരു കൾട്ടിവേഷനെ വിളിക്കുന്ന പേരാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ ഓഫ് സിൽക്ക് ആണ് ബേസിക്കലി ഇതിന്റെ കീഴിൽ വരുന്നത്. ആൻഡ് ഇവിടെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു സിൽക്ക് വേം സ്പീഷീസ് ആണ് ബോംബിക്സ് മോറി എന്ന് പറയുന്നത്. ഇങ്ങനെ സിൽക്ക് വേംസിനെ റെയർ ചെയ്ത് അവർക്ക് ഈ പറയുന്ന നമ്മുടെ മൾബറി ലീവ്സ് ആണ് ഫീഡ് ചെയ്യാൻ കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ അവരെ റെയർ ചെയ്തുകൊണ്ട് അതിൽ നിന്നും സിൽക്ക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു മെത്തേഡാണ് നമ്മൾ സെറികൾച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി, സിൽക്ക് ഫാമിംഗ് ആണ്. ആൻഡ് നമുക്ക് മറ്റു ഓപ്ഷൻസും കൂടി പെട്ടെന്ന് ഒന്ന് നോക്കി പോവാം. ഫിഷ് ഫാമിങ്ങിനെ നമ്മൾ പിസികൾച്ചർ എന്നാണ് വിളിക്കുക. ആൻഡ് നമ്മൾ ബേർഡ് ഫാമിങ്ങിനെ ഏവി കൾച്ചർ, ഏവിയറി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ബേർഡ്സുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെ? ആൻഡ് ബീ ഫാമിങ്ങിനെയാണ് നമ്മൾ എപ്പികൾച്ചർ എന്ന് വിളിക്കുക. ബീ ഫാമിംഗ്, എപ്പികൾച്ചർ. അപ്പൊ ഇങ്ങനെയുള്ള ടേംസ്, വൺ വേർഡ് ടേംസ് കൃത്യമായി ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരം വരുന്നതാണ്. ഓക്കെ, ശരി, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the branch of biology that is related to the classification of organisms? Organismsന്റെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ബ്രാഞ്ച് ഏതാണെന്നാണ് ചോദ്യം. അതിൽ ടാക്സോണമി, നോത്തോളജി, അനാട്ടമി ആൻഡ് ലിംനോളജി എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ആണ് വരുന്നത്. നോക്കിക്കേ, ടാക്സോണമി എന്ന് പറയുന്ന ടേം കൃത്യമായി ഓർത്ത് വയ്ക്കുക. ദിസ് ഈസ് ദ ബ്രാഞ്ച് ദാറ്റ് ഡീൽസ് വിത്ത് ദി ഐഡന്റിഫിക്കേഷൻ, നെയിമിംഗ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസിനെ കൃത്യമായി മനസ്സിലാക്കി അവർക്ക് നെയിം കൊടുത്ത് ആ ഒരു നെയിമിംഗ് പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ആൻഡ് അവരെ കൃത്യമായി ഏത് ക്ലാസ്സിൽ പെട്ടതാണ്, ഏത് കിങ്ഡം, ഏത് ഫൈലം, ഏത് ജീനസ്, ഏത് ഓർഡർ എന്നിങ്ങനെ കൃത്യമായി ക്ലാസിഫൈ ചെയ്യുന്ന ആ ഒരു രീതിയാണ് നമ്മൾ ടാക്സോണമി എന്ന് വിളിക്കുന്നത്. അത് അവരുടെ ഫിസിക്കൽ ക്യാരക്ടേഴ്സിനെ മോസ്റ്റ്ലി ബേസ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ആൻഡ് ഓൾസോ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് മാത്രമല്ല, എവല്യൂഷണറി ഈ പറയുന്ന എത്രമാത്രം ആൻസിസ്റ്ററുമായി എത്രമാത്രം ഡിസ്റ്റന്റ്ലി റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ ക്ലോസ്ലി ആണോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവരെ കൃത്യമായ ഒരു ക്ലാസ്സിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നത്. ആ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ ടാക്സോണമി എന്ന് വിളിക്കുന്നത്. ആൻഡ് മറ്റു ചില ടേംസും കൂടി നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്?
നോത്തോളജി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ഹൈബ്രിഡ്സിനെ പറ്റി പഠിക്കുന്ന ശാഖയാണ്, ഹൈബ്രിഡ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ പറ്റി മനസ്സിലാക്കുന്ന ശാഖയാണ് ഇത് നോത്തോളജി എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, അനാട്ടമി എന്താണ്? ഒരു ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിന്റെ ഒക്കെ ഇന്റേണൽ സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിക്കുന്ന ശാഖയാണ് അനാട്ടമി എന്ന് പറയുന്നത്. ആൻഡ് ലിംനോളജി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇൻലാൻഡ് വാട്ടർ ബോഡീസ് ആൻഡ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓർഗാനിസംസിനെയൊക്കെ പഠിക്കുന്ന ശാഖയാണ് ലിംനോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ടേംസ് നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കുക. എങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Which of the following is the study of spiders? സ്പൈഡേഴ്സിനെ പറ്റി പഠിക്കുന്ന ശാഖയുടെ പേരെന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസിൽ അരാക്നോളജി, ആന്ത്രോപോളജി, അപ്പിയോളജി ആൻഡ് സൈനോളജി എന്നിങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അരാക്നോളജി ആണ് സ്റ്റഡി ഓഫ് സ്പൈഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പൈഡേഴ്സിനെ പറ്റി, ഈ സ്പൈഡേഴ്സ് എന്ന് പറയുന്നതിനെ നമ്മൾ വിളിക്കുന്ന ആ ഒരു ഫാമിലി അരാക്നിഡ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആ ഒരു പേരിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ബ്രാഞ്ചിനും ഈ പേര് കിട്ടുന്നത്. അരാക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് സ്പൈഡേഴ്സ്, സ്കോർപിയോൺസ്, ടിക്സ്, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഓർഗാനിസംസിനെ പറ്റി പഠിക്കുന്ന ശാഖയാണ് അരാക്നോളജി എന്ന് പറയുന്നത്. ആന്ത്രോപോളജി എന്താണ്? ഹ്യൂമൻ ബീങ്സിനെ പറ്റിയും ഹ്യൂമൻ റേസിനെ പറ്റിയും പഠിക്കുന്ന ശാഖയാണ് ആന്ത്രോപോളജി എന്ന് പറയുക. എപ്പിയോളജി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എപ്പിയറി അല്ലെ, എപ്പികൾച്ചർ എന്നൊക്കെ വെച്ചാൽ എന്താ? ബീസുമായി ബന്ധപ്പെട്ടതാണ്. സോ സ്റ്റഡി ഓഫ് ബീസ് ആണ് എപ്പിയോളജി എന്ന് പറഞ്ഞാൽ. ആൻഡ് സൈനോളജി എന്താണ്? ഡോഗ്സിനെ പറ്റി പഠിക്കുന്ന ആ ഒരു ബ്രാഞ്ച് ആണ് സൈനോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേംസ് എല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രഷ് ആയിരിക്കും, അതുകൊണ്ട് ഓർത്ത് വെക്കാം. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൈക്കോളജി എന്ന് പറയുന്ന ടേം എന്തുമായി ബന്ധപ്പെട്ടതാണ്? മൈക്കോളജി എന്ന് വെച്ചാൽ ഹ്യൂമൻ സെല്ലാണോ, ഫംഗസിനെ പറ്റിയിട്ടാണോ, വൈറസിനെ പറ്റിയിട്ടാണോ, ബാക്ടീരിയയെ പറ്റിയിട്ടാണോ എന്നാണ് ചോദ്യം. മൈക്കോളജി എന്ന് പറയുമ്പോഴേ ഓർത്തിരിക്കുക എന്താണ്? ഫംഗസുകളെ പറ്റി പഠിക്കുന്ന ശാഖയാണ് മൈക്കോളജി എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ടേം ആണ് ഫൈക്കോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന മറ്റൊരു ടേം ആണ് ഫൈക്കോളജി. ഫൈക്കോളജി എന്താണ്? ആൽഗകളെ പറ്റി പറ്റി ഈ പറഞ്ഞ റിസർച്ച് നടക്കുന്ന ശാഖയാണ് ഫൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടി ഇതിനോടൊപ്പം ചേർത്ത് ഓർത്ത് വെക്കാം. അടുത്ത ഹ്യൂമൻ സെൽസിനെ പറ്റി പഠിക്കുന്ന ശാഖ സൈറ്റോളജി. അത് ഹ്യൂമൻ സെല്ല് വേണമെന്ന് തന്നെ ഇല്ല, സെൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി, ആ ഒരു ബ്രാഞ്ച് ആണ് നമ്മൾ സൈറ്റോളജി എന്ന് വിളിക്കുക. വൈറസ് ആണെങ്കിൽ വൈറോളജി ഈസിയാണ്, ബാക്ടീരിയ ആണെങ്കിൽ ബാക്ടീരിയോളജി, അതും പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഓക്കെ, എങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വിച്ച് സെൽ ഓർഗനൽ ഇസ് നോൺ ആസ് സൂയിസൈഡ് ബാഗ്സ് ഓഫ് എ സെൽ? ഒരു സെല്ലിലെ ആത്മഹത്യാ സഞ്ചികൾ അല്ലെങ്കിൽ സൂയിസൈഡ് ബാഗുകൾ എന്ന് വിളിക്കുന്ന സെൽ ഓർഗനൽ ഏത് എന്നാണ് ചോദ്യം. അതിനകത്ത് ലൈസോസോം വരുന്നുണ്ട്, ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, സെൻട്രോസോം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ സെൽസിന് തന്നെ പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്, സെൽസിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാക്സിമം ഈ പറയുന്ന റിപ്പയർ മെക്കാനിസം വഴി ചെയ്യാൻ നോക്കും. പക്ഷെ സ്റ്റിൽ അത് റിപ്പയർഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ആ സെല്ലിനെ പിന്നെ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സെല്ലുകൾ എന്താണ്? നമുക്ക് ഡിസ്ട്രോയ് ചെയ്യണം, കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യണം. അങ്ങനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സെല്ലിന്റെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? ഒരു സ്പെഷ്യൽ ഓർഗനൽ ഉണ്ട്. ആ ഓർഗനലിന്റെ പേരാണ് എന്ത്? നമ്മുടെ ലൈസോസോം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ ഓർഗനലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓർഗനലിന്റെ ഉള്ളിലൊക്കെ എന്താണ്? ഹൈഡ്രോലൈറ്റിക് ആയിട്ടുള്ള, പ്രോട്ടിയോലൈറ്റിക് ആയിട്ടുള്ള എൻസൈമുകളാണുള്ളത്. അപ്പൊ ഇൻ കേസ് ഈ സെല്ലിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ട് എങ്കിൽ എന്ത് സംഭവിക്കും? ആ സെല്ല്, ഈ ഓർഗനൽ എന്താണ്? പൊട്ടുകയും ഇതിൽ നിന്നുള്ള ഹൈഡ്രോലൈറ്റിക് ആയിട്ടുള്ള, പ്രോട്ടിയോലൈറ്റിക് ആയിട്ടുള്ള എൻസൈമുകൾ പുറത്തേക്ക് വരികയും ആ സെല്ലിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതാണ് ഈ പറയുന്ന ലൈസോസോം എന്ന് പറയുന്ന ഓർഗനലിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. സോ ഈ ഓർഗനലിനെ നമ്മൾ എന്ത് വിളിക്കും? സൂയിസൈഡ് ബാഗ്സ് ഓഫ് ദ സെൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. The lysosomes are called the suicide bags of the cell because they have hydrolytic enzymes to digest the worn out organelles. And ഈ ഒരു സെൽഫ് ഡൈജഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓട്ടോലൈസിസ് എന്ന പേരിലാണ് നമ്മൾ വിളിക്കുന്നത് എന്ന് ഓർക്കുക. ആൻഡ് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ടേമിൽ നമുക്ക് മനസ്സിലായി നമ്മുടെ സെല്ലിന്റെ എല്ലാ വിധത്തിലുള്ള ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്ന ആ സെല്ലിന്റെ ജനറ്റിക് മെറ്റീരിയൽ കാണുന്ന ഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഭാഗം പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നാണ് വിളിക്കുന്നത് അല്ലെ. അതായത് സെല്ലിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ATP സിന്തസൈസ് ചെയ്യുന്ന ഭാഗമാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ സെൻട്രോസോം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സെൽ ഡിവിഷന്റെ ടൈമിൽ നമ്മുടെ സെല്ലിനകത്തുള്ള
നമ്മുടെ ക്രോമസോംസിനെ 2 പോൾസിലേക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു എന്താ പറയുക ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ വന്ന് അറ്റാച്ച് ചെയ്യും അല്ലെ. അങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ സെൻട്രോസോം എന്ന് വിളിക്കുന്നത്. സോ സെൻട്രോസോം എന്ന് വെച്ചാൽ എന്താണ്, മൈക്രോ ട്യൂബ്യൂൾസ് അല്ലെങ്കിൽ സ്പിൻഡിൽ ഫൈബറുകളുടെ അറ്റാച്ച്മെന്റിന് സഹായിക്കുന്ന ഭാഗമാണ്. ഇത് കാരണമാണ് സെൽസിനകത്ത് നമ്മുടെ DNA അല്ലെങ്കിൽ ക്രോമസോമുകൾ പ്രോപ്പർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നുകൂടി ഓർക്കുക. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ദ ഫെർമെന്റേഷൻ ഇൻ ഈസ്റ്റ് ആൻഡ് എനേറോബിക് റെസ്പിറേഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ മസിൽ സെൽ ഓഫ് ഹ്യൂമൻ? അതായത് ഹ്യൂമൻ ബീങ്സിന്റെ സെല്ലിൽ നടക്കുന്ന ഫെർമെന്റേഷനും ആൻഡ് എനേറോബിക് റെസ്പിറേഷനും തമ്മിലുള്ള, അതായത് നമ്മുടെ മസിൽ സെൽസിൽ നടക്കുന്ന ഈ 2 പ്രോസസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് ചോദ്യം. ആദ്യത്തേത് ലാക്ടിക് ആസിഡ് ഇസ് ഫോംഡ് എന്ന് പറയുന്നു, ടേക്ക് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം എന്ന് പറയുന്നു. എഥനോൾ ഇസ് ഫോംഡ് എന്ന് പറയുന്നു, ടേക്ക് പ്ലേസ് ഇൻ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, ഈസ്റ്റിന്റെ ഫെർമെന്റേഷൻ നടക്കുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈറ്റോപ്ലാസം ആണ്. ഏതാണ്? സൈറ്റോപ്ലാസം ആണ്. ആൻഡ് ഇതിന്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടാവുന്ന ഫെർമെന്റേഷന് ശേഷം ഉണ്ടാവുന്ന കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 എഥനോളും 2 കാർബൺ ഡൈ ഓക്സൈഡും. എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും. ആൻഡ് എനേറോബിക് റെസ്പിറേഷൻ എന്ന് വെച്ചാൽ ഓക്സിജൻ ഇല്ലാതെ തന്നെ എന്താണ് അവിടെ എനർജി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ എന്താണ് അതിന്റെ സൈറ്റ് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസം തന്നെയാണ്. പക്ഷെ അവിടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ഏതാണ്? ലാക്ടിക് ആസിഡ് ആണ്. ലാക്ടിക് ആസിഡ് ആണെന്ന് കൃത്യമായിട്ട് ഓർക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഏത് ആൻസർ പറയാം? ഈ 2 പ്രോസസ്സും കോമൺ ആയിട്ട് നടക്കുന്ന സൈറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സൈറ്റോപ്ലാസം ആണ്. ഓക്കെ, അപ്പൊ വാട്ട് ഇസ് ദ സിമിലാരിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോത്ത് ടേക്ക് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പാർട്ട് ഫ്രം ന്യൂക്ലിയസ് ഓഫ് ദ സെൽ വിച്ച് 2 സെൽ ഓർഗനൽസ് ഹാവ് their own DNA and ribosomes? ഓക്കെ, നമ്മുടെ സെല്ലിന് സ്വന്തമായിട്ട് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ DNA കാണുന്നത്. ഇത് കൂടാതെ ചില ഓർഗനലുകൾക്ക് സ്വന്തമായി ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ഏതൊക്കെയാണ് ഓർഗനൽ? സ്വന്തമായി ജനറ്റിക് മെറ്റീരിയൽ മാത്രമല്ല, റൈബോസോംസും ഉണ്ട്. അങ്ങനെ സ്വന്തമായി ജനറ്റിക് മെറ്റീരിയലും റൈബോസോമും ഒക്കെയുള്ള ആ ഓർഗനൽ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിയേ. ഈ ഓപ്ഷൻസ് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും, നമ്മൾ പഠിക്കുന്നതാണ് പ്ലാസ്റ്റിഡ് ആൻഡ് മൈറ്റോകോൺട്രിയ അല്ലെ, നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് പ്ലാന്റ്സിൽ കാണുന്നതാണ് അല്ലെ. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ പ്ലാസ്റ്റിഡുകളിലും അതേപോലെ മൈറ്റോകോൺട്രിയയിലും എന്തുണ്ട്? സ്വന്തമായിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് അതിന്റെ പ്രത്യേകത, നോർമലി നമ്മുടെ സെല്ലിനകത്ത് കാണുന്ന ജനറ്റിക് മെറ്റീരിയൽ ലീനിയർ മെറ്റീരിയൽ ആണെങ്കിലും ഇവിടെ കാണുന്ന ജനറ്റിക് മെറ്റീരിയൽ സർക്കുലാർ DNA ആയിരിക്കും. സർക്കുലാർ DNA ആയിരിക്കും. ആൻഡ് അവരിൽ കാണുന്ന റൈബോസോം എന്ന് പറയുന്നത് 70S റൈബോസോമും ആയിരിക്കും. ഓക്കെ, 70S എന്ന് പറഞ്ഞാൽ അത് എന്താണ്? മോസ്റ്റ്ലി പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഒരു റൈബോസോമിന്റെ സ്ട്രക്ചർ ആണ് ഇങ്ങനെയുള്ള ഓർഗനലുകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അവർക്ക് സ്വന്തമായിട്ട് ചില ജീൻസ് ഉണ്ട്, അവർക്ക് സ്വന്തമായിട്ട് ചില പ്രോട്ടീനുകൾ സിന്തസൈസ് ചെയ്യാനുള്ള കഴിവ് ഇത്തരത്തിലുള്ള ഓർഗനൽസിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ സ്വന്തമായി ഈ പറഞ്ഞ ജനറ്റിക് മെറ്റീരിയലും ഈ പറഞ്ഞ റൈബോസോമും ഉള്ള 2 ഓർഗനൽസ് ഏതൊക്കെയാ? പ്ലാസ്റ്റിഡ് ആൻഡ് മൈറ്റോകോൺട്രിയ ആണ് എന്ന് മനസ്സിലാക്കുക. ഇവർക്ക് പണ്ട് സ്വന്തമായി എക്സിസ്റ്റൻസ് ഉള്ള ഓർഗൻസ് ആയിരുന്നു. അവരൊരു സെപ്പറേറ്റ് ഒരു എന്താ പറയാ ഒരു ബാക്ടീരിയ പോലെ മറ്റൊരു ജീവി ആയിരുന്നുവെന്നും പിന്നീട് അത് ഈ പറയുന്ന യൂക്കാരിയോട്ടിക് സെല്ലിന്റെ ഭാഗമാവുകയായിരുന്നു എന്നൊക്കെ ചില എന്താണ് പറയാ കോൺസെപ്റ്റ്സ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എൻഡോസിംബയോട്ടിക് തിയറി എന്ന് പറയുന്നത്. അങ്ങനെ ചില ശാസ്ത്രജ്ഞര് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കാം. ഓക്കെ, ശരി, എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സം features of the prokaryotic cell are mentioned below. Select the incorrect option എന്നാണ്. ശരിയല്ലാത്ത ഓപ്ഷൻ ആണ് നമ്മൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്യേണ്ടത്. പ്രോകാരിയോട്ടിക് സെല്ലിനെ പറ്റി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏത്? നോക്കിക്കേ, എംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ഉണ്ട് എന്ന് പറയുന്നു. ന്യൂക്ലിയർ റീജിയൻ ഇസ് നോൺ ആസ് ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നു. സിംഗിൾ ക്രോമസോം ആണ്, വെരി സ്മോൾ ഇൻ സൈസ് ആണ് എന്ന് പറയുന്നു. ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, പ്രോകാരിയോട്ടിക് സെല്ലുകളുടെ പ്രത്യേകത, അവർക്ക് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസോ ഓർഗനലുകളോ ഇല്ല. ഈ പറഞ്ഞ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസോ ഓർഗനലുകളോ ഒന്നും ഇല്ലാത്തവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രോകാരിയോട്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഓപ്ഷൻ എ ഇൻകറക്റ്റ് ആണെന്ന് മനസ്സിലാവും. മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് ഉണ്ട് എന്നാ പറയുന്നത്. ആണോ? അല്ല, അവർക്ക് ആബ്സെന്റ് ആണ്. സോ ദേ ആർ
ആക്ച്വലി കമ്മിങ് അണ്ടർ ദി ഗ്രൂപ്പ് പ്രൊകാരിയോട്ടിക് സെൽസ് അല്ലെ. ആൻഡ് നമുക്ക് എന്ത് പറയാം, അവരുടെ ജനറ്റിക് മെറ്റീരിയലിന് ഈ പറഞ്ഞ ന്യൂക്ലിയസ് എന്ന് പറയുന്ന വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇല്ല എങ്കിലും ന്യൂക്ലിയസ് പോലുള്ള ഒരു ഭാഗം നമുക്ക് കാണാം, അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ കാണുന്ന ആ ഭാഗത്തിനെ ന്യൂക്ലിയോയിഡ് എന്നാണ് വിളിക്കുന്നത് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിംഗിൾ സർക്കുലർ ക്രോമസോം ആണ് ഇവർക്ക് കാണാനായിട്ട് നമുക്ക് പറ്റുക. ആൻഡ് ഇവരുടെ DNA എന്ന് പറയുന്നത് വെരി സ്മോൾ ആയിരിക്കും. ആൻഡ് 0.1 to 0.5 μm ഇൻ സൈസ് ആയിരിക്കും ഇവരുടെ സെല്ലുലാർ സൈസ് എന്ന് പറയുന്നത്. ഇത്രയുമൊക്കെ നമുക്ക് പ്രൊകാരിയോട്ടിക് സെല്ലുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. ആൻഡ് നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വേർ ആർ ദ വേസ്റ്റ് പ്രൊഡക്ട്സ് സ്റ്റോർഡ് വിത്തിൻ എ പ്ലാന്റ് സെൽ? ഒരു പ്ലാന്റ് സെല്ലിൽ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗം ഏതാണ് എന്നാണ് ചോദ്യം. അതിൽ ഗോൾജി, ലൈസോസോം, വാക്യൂൾ, മൈറ്റോകോൺട്രിയ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ചാൽ പ്ലാന്റ് സെല്ലിൽ സെൽ വാൾ ഉണ്ട്, ആനിമൽ സെല്ലിൽ സെൽ വാൾ ഇല്ല അല്ലെ. ഈ മറ്റൊരു വ്യത്യാസം എന്ന് വെച്ചാൽ പ്ലാന്റ് സെല്ലിലെ വാക്യൂളിന് വലിപ്പം കൂടുതലാണ്, എന്നാൽ ആനിമൽ സെല്ലില് വാക്യൂൾ ഉണ്ട് എങ്കിലും വെരി സ്മോൾ സൈസ്ഡ് ആണ്. അപ്പൊ എന്താ ഈ വാക്യൂളിന്റെ റോള്? പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽസ്, എക്സസ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗമാണ് വാക്യൂളുകൾ എന്ന് പറയുന്നത്. ആൻഡ് ഈ വാക്യൂളുകളുടെ ആ ഒരു എൻവലപ്പിനെ വിളിക്കുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു വാക്കും കൂടെ ഓർത്ത് വെക്കുക. വാക്യൂളുകളുടെ എൻവലപ്പിനെ വിളിക്കുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പ്ലാന്റ് സെല്ലുകളിൽ വേസ്റ്റ് പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്യുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാക്യൂളുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ദേ ആർ ദി മെംബ്രെയിൻ ബൗണ്ട് സാക്സ് ദാറ്റ് ക്യാൻ സ്റ്റോർ വാട്ടർ, ന്യൂട്രിയൻസ് ആൻഡ് പിഗ്മെന്റ്സ് ആൻഡ് വേസ്റ്റ് പ്രൊഡക്ട്സ് ഇൻ ദ പ്ലാന്റ് സെൽ എന്ന് മനസ്സിലാക്കുക. അത് പ്ലാന്റ്സിൽ അതിന്റെ സൈസ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും വെൻ കമ്പയർഡ് ടു ആനിമൽ സെൽസ് എന്ന് കൂടി മനസ്സിലാക്കാം. ഇനി ഓപ്ഷനിൽ മറ്റു ചില ഓർഗൻസിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഗോൾജി ബോഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ ചെയ്യുക? പ്രോട്ടീനുകളെയൊക്കെ മോഡിഫൈ ചെയ്യുക, പാക്ക് ചെയ്ത് അത് എത്തേണ്ടതായിട്ടുള്ള സൈറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള സിഗ്നലുകളൊക്കെ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഗോൾജി കോംപ്ലക്സിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലൈസോസോമിന്റെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷനും നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തു. സോ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇതിൽ നിന്ന് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി വാക്യൂളുകളാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഇസ് ദ സബ് യൂണിറ്റ് കമ്പോസിഷൻ ഓഫ് പ്രോകാരിയോട്ടിക് റൈബോസോം? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് റൈബോസോമുകൾ യൂകാരിയോട്ടിലും പ്രോകാരിയോട്സിലും 2 ടൈപ്പാണ്. ഓക്കെ, പ്രോകാരിയോട്സിൽ കാണുന്നത് 70S യൂകാരിയോട്സിൽ കാണുന്നത് 80S ഓക്കെ, അപ്പൊ ഈ 70S എന്ന് പറയുന്ന റൈബോസോം പ്രോകാരിയോട്സിലാണ് കാണുന്നത്. അതിൽ തന്നെ 2 സബ് യൂണിറ്റ്സ് ഉണ്ട്. ആ സബ് യൂണിറ്റ്സിന്റെ കോമ്പോസിഷൻ എന്താണ് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. പ്രോകാരിയോട്ടിക് റൈബോസോം എന്ന് പറയുന്നത് 70S ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ തന്നെ ഒരു ലാർജ് സബ് യൂണിറ്റും ഉണ്ടാവും, ഒരു സ്മോൾ സബ് യൂണിറ്റും ഉണ്ടാവും. ലാർജ് സബ് യൂണിറ്റ് എന്ന് വെച്ചാൽ എത്രയാണ്? 50S എന്നാണ് ആ ഒരു സബ് യൂണിറ്റിന്റെ ആ ഒരു ടേം എന്ന് പറയുന്നത്. ആൻഡ് സ്മോൾ സബ് യൂണിറ്റ് എന്ന് പറയുന്നത് 30S 50S 30S കൂടി ചേർന്നിട്ടാണ് 70S സബ് യൂണിറ്റ് നമ്മൾ ആരിൽ പറയുന്നത്? പ്രോകാരിയോട്ടിക് റൈബോസോമിൽ പറയുന്നത്. ഈ എസ് എന്ന് വെച്ചാൽ എന്താണ്? അത് ബേസിക്കലി ഒരു യൂണിറ്റ് ആണ്. സ്വെഡ്ബർഗ്സ് യൂണിറ്റ് എന്നാണ് ആ ഒരു യൂണിറ്റിന്റെ പേര്. ഓക്കെ, അപ്പൊ യൂകാരിയോട്സിന്റെ റൈബോസോം എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ആ 80S ആണ് അതിന്റെ റൈബോസോം എന്ന് പറയുന്നത്. അതിന്റെ സബ് യൂണിറ്റ്സ് ലാർജ് സബ് യൂണിറ്റ് 60S സ്മോൾ സബ് യൂണിറ്റ് 40S ആണ്. ഇത് ജസ്റ്റ് ഇത് രണ്ടും കൂടി ചേർത്തിട്ടല്ല, 50 + 30 നോക്കുമ്പോൾ 80 അല്ലേ എന്ന് നിങ്ങൾ ഓർക്കരുത്. അങ്ങനെ കൂട്ടിയിട്ടല്ല നമ്മൾ പറയുന്നത്. ഇതെന്താണ്? ഇതിനെ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ ഏത് റേറ്റിലാണ് ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ഇതിന് അസൈൻ ചെയ്യുന്നത്. സോ ഇങ്ങനെ കൂട്ടിയിട്ടല്ല ഇത് മൊത്തത്തിൽ നമ്മൾ കണക്കാക്കുന്നതെന്നും കൂടി ഓർക്കുക. സോ 70S എന്ന് പറഞ്ഞാൽ 50 30 ആൻഡ് 80S എന്ന് പറഞ്ഞാൽ 60 40 എന്ന് മനസ്സിലാക്കാം. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ബ്ലൂ, വയലറ്റ് ആൻഡ് റെഡ് ഫ്ലാവനോയിഡ് പിഗ്മെന്റ്സ് ഫൗണ്ട് ഇൻ ദ പ്ലാന്റ്സ് ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്. നമ്മുടെ പ്ലാന്റ്സിൽ കാണുന്ന പല ടൈപ്പ് ഓഫ് പിഗ്മെന്റ് ഉണ്ടല്ലേ, ബ്ലൂ, വൈറ്റ്, റെഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പിഗ്മെന്റുകൾ കാണാനായിട്ടുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. നോക്കിക്കേ, ആന്തോസയനിൻസ് എന്ന് പറയുന്ന പേര് നിങ്ങൾ ഓർത്തിരിക്കുക. അതൊരു വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ഫ്ലാവനോയിഡ് പിഗ്മെന്റ് ആണ്. ആൻഡ് ഇത് കാരണമാണ് നമുക്ക്
നമ്മുടെ പ്ലാന്റ്സിൽ ഇപ്പം റെഡ് പിഗ്മെന്റും പേർപ്പിൾ പിഗ്മെന്റും ബ്ലൂ പിഗ്മെന്റും വയലറ്റ് കളറും ഒക്കെ നമുക്ക് കാണുന്നത്. അതായത് നമ്മുടെ ചില ഫ്ലവേഴ്സിലാണെങ്കിലും ഫ്രൂട്ട്സിലാണെങ്കിലും ചില ലീവ്സിനൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ പെർട്ടിക്കുലർ ഷെയ്ഡ്സ് കിട്ടാനായിട്ട് കാരണം ആന്തോസൈനിന്റെ പ്രസൻസ് ആണ് എന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ഇങ്ങനെയുള്ള പിഗ്മെന്റുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അതും വാക്യൂളുകൾ തന്നെയാണ് കേട്ടോ. പ്ലാന്റ് സെല്ലിലെ വാക്യൂളിൽ തന്നെയാണ് ഇങ്ങനെയുള്ള പിഗ്മെന്റുകളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓപ്ഷനിൽ നിങ്ങൾ കെരോട്ടിൻ എന്ന് പറയുന്ന ഒരു വാക്ക് കണ്ടിട്ടുണ്ടാവും. അതെന്താണ്? ഓറഞ്ച് പിഗ്മെന്റ് ഉണ്ടാക്കുന്നവയാണ് കേട്ടോ കെരോട്ടിൻ എന്ന് പറയുന്നത്. നമ്മുടെ ക്യാരറ്റിലൊക്കെ കാണുന്ന പിഗ്മെന്റ് ആണിത്. സോ അത് ഓറഞ്ച് പിഗ്മെന്റ് ആണ് കൊടുക്കുന്നത്. സാന്തോഫിൽ നോക്കിക്കഴിഞ്ഞാൽ സാന്തോഫിൽ യെല്ലോ പിഗ്മെന്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. യെല്ലോ പിഗ്മെന്റ്സ് ആണ് സാന്തോഫിൽ. ആൻഡ് ക്ലോറോഫിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രീൻ പിഗ്മെന്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പഠിച്ച ആന്തോസൈൻ എന്താണ്? റെഡ്, പേർപ്പിൾ, ബ്ലൂ, വയലറ്റ് കളേഴ്സ് ആണ് ഈ പറയുന്ന പ്ലാന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പിഗ്മെന്റുകളുടെ പേര് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് ടിഷ്യൂ ഫോംസ് ദി ഇന്നർ ലൈനിങ് ഓഫ് അവർ മൗത്ത്. നമ്മുടെ മൗത്തിന്റെ അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റിയുടെ ഇന്നർ ലൈനിങ് ഉണ്ടാക്കിയിരിക്കുന്ന ഏത് ടൈപ്പ് ടിഷ്യൂ വെച്ചിട്ടാണ് എന്നാണ് ചോദ്യം. ഇതിൽ സീലിയേറ്റഡ് കോളുംനാർ എപ്പിത്തീലിയം, സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം, സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം, കോളുമിനാർ എപ്പിത്തീലിയം എന്നിങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓർക്കുക, നമ്മുടെ ബക്കൽ ക്യാവിറ്റിയുടെ ഇന്നർ ലൈനിങ്, ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഇന്നർ ലൈനിങ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം വെച്ചിട്ടാണ്. സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ലെയേഴ്സ് ആയിട്ടാണ് നമുക്ക് ഈ സെൽസിനെ കാണാനായിട്ട് പറ്റുക. നമ്മൾ നല്ല ഹാർഡ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽ ഒക്കെ വെച്ച് ചൂ ചെയ്യുമ്പോൾ നമ്മുടെ ബക്കൽ ക്യാവിറ്റീസിന്റെ വാൾസിന് ഈ പറയുന്ന പോലെ പോറലുകൾ, അബ്രേഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആയിട്ടാണ് എന്ത് ആക്ട് ചെയ്യുന്നത്? സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം ആക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ശരി. എങ്കിൽ അടുത്ത നമ്മുടെ ഓപ്ഷനകത്ത് മറ്റ് കുറച്ച് ടേംസ് കൊടുത്തിട്ടുണ്ട്. സീലിയേറ്റഡ് കോളുംനാർ എപ്പിത്തീലിയം, അത് ഏത് ഭാഗത്താണ് കാണുന്നത്? സീലിയേറ്റഡ്, കുഞ്ഞ് ഹെയർ ലൈക്ക് ആയിട്ടുള്ള ചില എക്സ്റ്റൻഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ സീലിയേറ്റഡ് എന്ന് വിളിക്കുക. ഇങ്ങനെയുള്ള ഒരു ലൈനിങ് പ്രധാനമായും നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ് കാണുന്നത് അല്ലെ. നമ്മൾ ശ്വസിക്കുമ്പോൾ എന്തെങ്കിലും ഈ പറഞ്ഞ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് എക്സ്പെല് ചെയ്യിക്കാനാണ് ഇങ്ങനെ ഹെയർ ലൈക്ക് അപ്പൻഡേജസ് നമ്മുടെ ഈ ട്രാക്റ്റിലുള്ളത്. സോ അത് പ്രധാനമായും ഏത് ഭാഗത്ത് കാണുന്നു? നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ് സീലിയേറ്റഡ് കോളുംനാർ എപ്പിത്തീലിയം കാണുന്നത്. സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം ഏത് ഭാഗത്താണ്? ആൽവിയോളൈ. അതേതാ? നമ്മുടെ ലങ്സിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് ആണ് ആൽവിയോളൈ എന്ന് പറയുന്നത്, ആ ഭാഗത്താണ് കാണുന്നത്. ആൻഡ് കോളുംനാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ സ്റ്റമക്കിലും ഇൻഡസ്റ്റൈനിന്റെ ഭാഗത്തും, അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് അബ്സോർപ്ഷൻ കൂടുതലായിട്ട് നടക്കുന്നത് ആ ഭാഗത്താണ് എന്ത് കാണുന്നത്? കോളുംനാർ എപ്പിത്തീലിയം കാണുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന എന്താണ്? സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ശരി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ സെൽസ് ലാക്ക്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ ഏതാണ് ഇല്ലാതെ ഇരിക്കുക? സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, സെൽ വോൾ, വാക്യൂൾസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മെരിസ്റ്റമാറ്റിക് സെല്ലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യുന്ന സെല്ലിനെയാണ് നമ്മൾ മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവരുടെ സൈറ്റോപ്ലാസം നല്ല റിച്ച് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ആയിരിക്കും. അവരുടെ സെൽ വോളൊക്കെ വളരെ തിൻ ആയിരിക്കും എന്ന് കൂടി മനസ്സിലാക്കുക. കാരണം കണ്ടിന്യൂസ്ലി ഇവർക്ക് ഡിവൈഡ് ചെയ്യേണ്ടതാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള സെല്ലുകളിൽ ഏതാണ് ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്യൂളുകൾ ഉണ്ടാവില്ല. കാരണം കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവർക്ക് എന്താണ്? വേസ്റ്റ് ഒന്നും അധികം ഉണ്ടാവേണ്ട സാഹചര്യം ഇല്ല അല്ലെ. അപ്പൊ വാക്യൂളുകൾ പ്രധാനമായും ഇങ്ങനെയുള്ള ഡിവൈഡിങ് സെല്ലുകളിൽ ഉണ്ടാവില്ല. ആക്റ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് കാണിക്കുന്ന സെല്ലുകളിൽ വാക്യൂളുകൾ ഉണ്ടാവില്ല, ലാക്കിങ് ചെയ്യും എന്ന് കൂടി മനസ്സിലാക്കുക. സൈറ്റോപ്ലാസം എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ന്യൂക്ലിയസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, സെൽ വോൾ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെല്ലുലോസ് വെച്ചാണ് പ്ലാന്റ് സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിയല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Section of DNA which provides information for one protein is called. ഒരു പ്രോട്ടീൻ കോഡ് ചെയ്യാനായി ഇൻഫർമേഷൻ നൽകുന്ന DNA-യുടെ ഭാഗം ഏത് എന്നാണ് ചോദ്യം. അതിൽ ന്യൂക്ലിയസ്, ലൈസോസോം, ജീന്, ക്രോമസോം എന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. അതായത് നോക്കിക്കേ, ഇത് ഒരു വലിയൊരു DNA ആണെന്ന് വിചാരിക്കുക. ഈ DNA-ൽ തന്നെ എന്താണ്? പല പല ജീനുകളുണ്ട് അല്ലെ. പല പല ജീനുണ്ട്. ജീൻ A, B, C, D, E എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ A എന്ന് പറയുന്ന ജീനിൽ നിന്നും ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻ ആയിരിക്കും വരിക. B-യിൽ നിന്നും അടുത്ത പ്രോട്ടീൻ, C-യിൽ നിന്നും അടുത്തത്, D-യിൽ നിന്നും അടുത്തത് അല്ലെ. അപ്പൊ ഒരു DNA-യിൽ തന്നെ ഒരു പെർട്ടിക്കുലർ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ഭാഗത്തിനെ വിളിക്കുന്ന പേരെന്താന്നാ ചോദ്യം. അപ്പൊ
ജീൻ എന്നാ വിളിക്കാം. ഒരു ജീനിൽ നിന്നും ഒരു പ്രോട്ടീൻ, അടുത്ത ജീനിൽ നിന്നും അടുത്ത പ്രോട്ടീൻ അല്ലെ. അപ്പൊ ഒരു പെർട്ടിക്കുലർ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ഒരു DNA ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ പറയണം, അത് ഓപ്ഷൻ സി ജീൻ ആണ്. ഓപ്ഷൻ സി ജീൻ ആണ്, അവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ജീൻ ഈസ് എ സെഗ്മെന്റ് ഓഫ് DNA that contains the genetic information required to produce a protein. ഒരു ഫങ്ഷണൽ പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് നമുക്ക് പറയാം നമ്മുടെ ക്രോമസോമിന്റെ ബേസിക് യൂണിറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീൻ ആണെന്ന് പറയാം. ആൻഡ് നമ്മുടെ ഓപ്ഷൻസിൽ മറ്റു കുറച്ച് ടേംസിനകത്ത് നമ്മുടെ ന്യൂക്ലിയസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആൻഡ് ലൈസോസോം എന്ന് പറയുന്നത് സൂയിസൈഡൽ ബാഗ്സ് എന്ന് വിളിക്കുന്ന സെൽ ഓർഗനൽ ആണ്. ആൻഡ് ക്രോമസോം എന്ന് വെച്ചാൽ എന്താണ്? ക്രോമസോം എന്ന് വെച്ചാൽ ഒത്തിരി ജീനുകൾ ചേർന്ന ഒരു ലോങ് DNA മോളിക്യൂളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒരു ക്രോമസോം എന്ന് വിളിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 1 dash is produced from base events in protein synthesis. ഒരു പ്രോട്ടീൻ സിന്തസിസിൽ ബേസ് ഇവന്റ്സ് ആയിട്ട് അതിൽ നിന്നും ഉണ്ടാകുന്നത് എന്താണ്? അതായത് ഒരു DNA-യിൽ നിന്നും എന്താണ് അവിടെ ഫോം ചെയ്യുന്നത് എന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്ത്? ഒരു DNA-യിൽ നിന്നും അതിന്റെ mRNA ഫോം ചെയ്യും. ആ പ്രോസസ്സിനെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് വിളിക്കുന്നത് അല്ലെ. ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് വിളിക്കുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ വഴി അവിടെ mRNA ഫോം ചെയ്യും. mRNA എന്ന് പറയുന്നത് മെസ്സഞ്ചർ RNA എന്നാണ് നമ്മൾ വിളിക്കുക അല്ലെ. ആ mRNA-യിൽ നിന്നുമാണ് എന്തുണ്ടാവുന്നത്? പ്രോട്ടീൻ ഉണ്ടാവുന്നത്. ആ പ്രോസസ്സിനെ നമ്മൾ ട്രാൻസ്ലേഷൻ എന്നാണ് വിളിക്കുക. ആൻഡ് അത് ചെയ്യുന്ന റൈബോസോം ആണ്. സോ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സൈറ്റ് ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അതായത് DNA-യിൽ നിന്നും mRNA ആവുന്ന പ്രോസസ്സ് നടക്കുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളിലും. ആൻഡ് ഈ mRNA പിന്നീട് ന്യൂക്ലിയസിന്റെ പുറത്തേക്ക് സൈറ്റോപ്ലാസത്തിലേക്ക് വരുന്നു. ആൻഡ് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് ഇത് പ്രോട്ടീൻ ആയിട്ട് മാറുന്നത്. ആൻഡ് ഇത് ചെയ്യുന്നത് റൈബോസോംസ് ആണ്. ആ പ്രോസസ്സ് ട്രാൻസ്ലേഷൻ ആണ്. അപ്പൊ ഇവിടെ ആദ്യം ഉണ്ടാവേണ്ടത് എന്താണ്? അത് mRNA കോപ്പിയാണ്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ആർ responsible for the determination of sex. സെക്സ് മനസ്സിലാക്കാനായിട്ട് പ്രധാനമായും ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ആരാണ് എന്നാണ് ചോദ്യം. അതിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ലാതെ പറയാം, സെക്സിനെ ആക്ച്വലി ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? എല്ലോസോംസ് ആണ്. എല്ലോസോംസ് എന്ന് വെച്ചാൽ എന്താണ്? ജേം സെൽസ് ആണ്. നമ്മുടെ എഗ്ഗും സ്പേമും ഒക്കെ ആവേണ്ട സെൽസിനെയാണ് ബേസിക്കലി നമ്മൾ എല്ലോസോംസ് എന്ന് വിളിക്കുന്നത്. സോ എല്ലോസോംസ് ആണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. ഓട്ടോസോംസ് എന്ന് വെച്ചാൽ എന്താണ്? ഓട്ടോസോംസ് എന്ന് വെച്ചാൽ സെക്സ് ക്രോമസോം അല്ലാത്ത ബാക്കി 22 പെയർസ് ഓഫ് ക്രോമസോമിനെയാണ് നമ്മൾ ഓട്ടോസോംസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് നമ്മുടെ പ്ലിയോട്രോപിക് ജീൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ജീൻ തന്നെ ഒന്നിലധികം ട്രേഡ്സിനെ, ഒന്നിലധികം ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജീൻസിനെയാണ് നമ്മൾ പ്ലിയോട്രോപിക് ജീൻസ് എന്ന് വിളിക്കാം. പിന്നെ ജേം സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജേം സെൽസ് ആക്ച്വലി റീപ്രൊഡക്റ്റീവ് സെൽസ് ആണ്. റീപ്രൊഡക്റ്റീവ് സെൽസ് ആണ്. ആൻഡ് അല്ലോസോംസ് എന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ്? റീപ്രൊഡക്റ്റീവ് സെൽസ് അല്ല, ബേസിക്കലി എന്താണ്? സെക്സ് ക്രോമസോംസ് ആണ്. എക്സ് ആൻഡ് വൈ ക്രോമസോംസ് ഉണ്ടല്ലോ, ആ സെക്സ് ക്രോമസോംസിനെയാണ് നമ്മൾ അല്ലോസോംസ് എന്ന് വിളിക്കുക. ബാക്കിയുള്ള 22 ജോഡി ഓഫ് ക്രോമസോംസിനെയാണ് നമ്മൾ ഓട്ടോസോംസ് എന്ന് വിളിക്കുക. സോ ഇവിടെ സെക്സിന് അല്ലെങ്കിൽ ഏത് സെക്സ് ആയിരിക്കണം ഒരു കുട്ടി എന്ന് തീരുമാനിക്കുന്നത് അല്ലോസോംസ് ആണ്, ജേം സെൽസ് അല്ല. അല്ലോസോംസ് ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ് 2 എക്സ് ആണ് വരുന്നതെങ്കിൽ ഫീമെയിൽ, 1 എക്സും 1 വൈയും ആണ് വരുന്നതെങ്കിൽ മെയിലുമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ക്രോമസോംസിനെയാണ് നമ്മൾ അല്ലോസോംസ് എന്ന് വിളിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. സെക്സ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഇൻ വേരിയസ് സ്പീഷീസ്. ആനിമൽസ് സച്ച് as snail, individuals can change sex. All human chromosomes are not paired. All children will inherit a Y chromosome from their mother എന്നാ പറയുന്നത്. അപ്പൊ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് Y ക്രോമസോം കിട്ടുന്നത് ആരിൽ നിന്നാണ്? അത് അച്ഛനിൽ നിന്നാണ്, ഫാദറിൽ നിന്നാണ്, അമ്മയിൽ നിന്നും എക്സ് ക്രോമസോം മാത്രമേ കിട്ടുള്ളൂ. സോ ഇതിൽ നിന്നും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ. എക്സ് ആൻഡ് വൈ ക്രോമസോംസിനെയാണ് നമ്മൾ സെക്സ് ക്രോമസോം എന്ന് വിളിക്കുക. ആൻഡ് നമ്മുടെ ഫീമെയിൽ പാരന്റിൽ നിന്നും എക്സ് ക്രോമസോമുകൾ മാത്രമേ കിട്ടുള്ളൂ. മെയിൽ പാരന്റിൽ നിന്നുമാണ് എക്സ് ക്രോമസോമും കിട്ടാം, വൈ ക്രോമസോമും കിട്ടാം. അപ്പൊ നമുക്ക് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കിട്ടി. ശരി, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ജെനറ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ക്രോസ് ബിറ്റ്വീൻ ടോൾ പ്ലാന്റ് ആൻഡ് ഷോർട്ട് പ്ലാന്റ് actually formed the F1 progeny which were all tall plants because
ഓക്കെ, അതായത് ഒരു ടോൾ പ്ലാന്റും ഒരു ഡോഫ് പ്ലാന്റും തമ്മിൽ ക്രോസ് ചെയ്യിച്ചപ്പോൾ കിട്ടിയതെല്ലാം ടോൾ പ്ലാന്റുകളാണ്. അതിന് കാരണം എന്താണ് എന്നാണ് ചോദ്യം. ഇത് ടോൾ ആയിട്ടുള്ള പ്ലാന്റ് TT, ഡോഫ് ആയിട്ടുള്ള പ്ലാന്റ് TT. അപ്പൊ ഇതിൽ നിന്നും T എന്ന് പറയുന്ന ഗാമീറ്റും ഇതിൽ നിന്നും എന്താണ് സ്മോൾ t എന്ന് പറയുന്നതും കിട്ടി. നമുക്ക് കിട്ടിയത് ക്യാപിറ്റൽ T സ്മോൾ t ആണ്. ഇതിൽ എക്സ്പ്രസ് ചെയ്ത ക്യാരക്ടർ ടോൾ എന്ന് പറയുന്ന ക്യാരക്ടർ ആണ്. എന്താണ് കാരണം? കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഈ ക്യാപിറ്റൽ T എന്ന് പറയുന്നതാണ് ഡോമിനന്റ് ആയിട്ടുള്ള അല്ലീൽ. അത് മറ്റേ അല്ലീലിന്റെ എക്സ്പ്രഷനെ അത് സപ്രസ് ചെയ്ത് വച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഡോമിനന്റ് അല്ലീലായിട്ടുള്ള T എന്ന് പറയുന്നത്, ക്യാപിറ്റൽ T എന്ന് പറയുന്നത് ഈ പറഞ്ഞ റെസസീവ് ആയിട്ടുള്ള സ്മോൾ ടിയുടെ എക്സ്പ്രഷനെ മാസ്ക് ചെയ്ത് വെക്കുന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് നമുക്ക് പറയാം. സോ ഇവിടെ പ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി ഡിറ്റർമൈൻഡ് ബൈ ദ സ്മോൾ ടി, ഇതൊക്കെ ക്യാപിറ്റൽ T ഓൺലി. ഈ ക്യാപിറ്റൽ T ആണ് അവിടെ ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിട്ട് അവിടെ എക്സ്പ്രസ് ചെയ്തത് എന്ന് നമുക്ക് പറയാം അല്ലെ. ഓക്കെ, ശരി, എങ്കിൽ നമ്മൾ അടുത്തയിലേക്ക് പോവാണ്. ഹൗ മെനി ക്രോമസോംസ് ആർ പ്രസന്റ് ഇൻ ഹ്യൂമൻ സ്പേം? ഹ്യൂമൻ സ്പേമിൽ എത്ര ക്രോമസോംസ് ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ഇതിൽ നിന്നും കൃത്യമായിട്ട് നമുക്ക് പറയാം, ഒരു ഹ്യൂമൻ ബീയിങ്ങിൽ ടോട്ടൽ എത്രയുണ്ട്? 46 ക്രോമസോം ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതില് സ്പേമില് 23 ക്രോമസോമും എഗ്ഗിലും 23 ക്രോമസോം വന്നാൽ മാത്രമല്ലേ അത് ഫ്യൂസ് ചെയ്തുണ്ടാവുന്ന സൈഗോട്ട് അല്ലെങ്കിൽ ആ കുട്ടിയിൽ 46 ക്രോമസോം ഉണ്ടാവുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും സ്പേമിൽ എത്രയാണ്? 23 ക്രോമസോംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമ്മൾ ഈ പറയുന്ന ഗമീറ്റ്സിനെ ഹാപ്ലോയിഡ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. അവിടെ ഉണ്ടാവുന്ന കുട്ടിയോ എന്താണ്? ഡിപ്ലോയിഡ് ആണ്. 2n നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ട്. ഇവിടെ രണ്ടും n നമ്പർ ഓഫ് ക്രോമസോംസേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഗമീറ്റ്സ് എന്ന് പറയുന്ന ഹാപ്ലോയിഡും ഉണ്ടാവുന്ന സൈഗോട്ട് എന്ന് പറയുന്ന ഡിപ്ലോയിഡുമാണ് എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ C 23 ആണ്. ശരി, അടുത്തതിലേക്ക് പോവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നെസസറി ടു മെയിൻറ്റെയിൻ ദ നമ്പർ ഓഫ് സ്പീഷീസ് ആൻഡ് പ്രിവെന്റ് ദെയർ എക്സ്റ്റൻഷൻ? ഒരു സ്പീഷീസിന്റെ എക്സ്റ്റൻഷനെ പ്രിവെന്റ് ചെയ്യാനായി ഏറ്റവും അത്യന്താപേക്ഷിതമായി വേണ്ട സംഭവം എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, അതിൽ ഓപ്ഷൻസിനകത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്ത്? റീപ്രൊഡക്ഷൻ, പ്രജനനം അല്ലെ. ഈ പറഞ്ഞ റീപ്രൊഡക്ഷൻ ഉണ്ട് എങ്കിൽ മാത്രമേ ഒരു സ്പീഷീസിനെ വീണ്ടും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ആ സ്പീഷീസിന്റെ എക്സ്റ്റൻഷൻ ഇല്ലാതെയാക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്? അവിടെ ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അത്യാവശ്യമായിട്ട് വേണം. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് ഡാഷ് ഇസ് ആക്ച്വലി ലിങ്ക് ടു ദ തിയറി ഓഫ് എവല്യൂഷൻ. എവല്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. ചാൾസ് ഡാർവിൻ ആണ്. കാരണം ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. ഓരോ സ്പീഷീസിലും പല ടൈപ്പ് ഓഫ് ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. ആൻഡ് അത് ഈ പറയുന്ന എൻവയൺമെന്റുമായിട്ട് ചേർന്ന് പോകുന്നതാണ് എങ്കിൽ പ്രകൃതി അത് സെലക്ട് ചെയ്യും. അതാണ് നമ്മളെ നാച്ചുറൽ സെലക്ഷൻ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അങ്ങനെ ഫേവറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നവർ മാത്രമേ പിന്നീട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ബാക്കി എല്ലാവരും എക്സ്റ്റെൻറ്റ് ആയി പോകും എന്നും പറഞ്ഞു വെച്ചു. അപ്പൊ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകും, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാകുമെന്നും ആൻഡ് നേച്ചർ ആണ് ഇതിനെ സെലക്ട് ചെയ്യുന്നതെന്നും പറഞ്ഞു വെച്ച ശാസ്ത്രജ്ഞനാണ് ചാൾസ് ഡാർവിൻ. ആൻഡ് അദ്ദേഹത്തിന്റെ ഒരു ബുക്കാണ് അത് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത്. ആ ബുക്ക് പബ്ലിഷ് ചെയ്ത വർഷം 1859 ആണ് എന്നുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, ശരി. ആൻഡ് ഇവിടെ ഈ പറഞ്ഞ യൂറേ ആൻഡ് മില്ലറിന്റെ എക്സ്പെരിമെന്റ് വഴിയാണ് നമ്മുടെ ഒറിജിൻ ഓഫ് ലൈഫ് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലായത്. ആൻഡ് ലാമാർക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ എന്താണ്? ഒരു ഓർഗാനിസത്തിൽ ഉണ്ടാവുന്ന ക്യാരക്ടേഴ്സ് അത് അടുത്ത ജനറേഷനിലേക്കും പോകും. അത് പിന്നീട് ജന്മനാ ഇല്ലാത്ത ക്യാരക്ടർ ആണ് എങ്കിൽ കൂടിയും അടുത്ത ജനറേഷനിലേക്ക് അത് പാസ് ഓൺ ചെയ്യും എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ലാമാർക്ക്. അപ്പൊ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് മുന്നോട്ട് വെച്ചതാണ് ലാമാർക്ക്. ആൻഡ് നമ്മുടെ ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്ന ജെനറ്റിക്സിന്റെ ഫാദർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ശരി, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൂ സജസ്റ്റഡ് ദാറ്റ് ദ ലൈഫ് ഇവോൾവ് ഫ്രം ദ സിമ്പിൾ ഇൻഓർഗാനിക് മോളിക്യൂൾസ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ശാസ്ത്രജ്ഞനാണ് കുറെ ഇൻഓർഗാനിക് മോളിക്യൂൾസ് ചേർന്നിട്ടാണ് ജീവൻ ആദ്യമായി ഉണ്ടായത് എന്ന് പറഞ്ഞു വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് ഹാൽഡെയ്ൻ ആണ്. JBS ഹാൽഡെയ്നും AI ഒപ്പാരിൻ എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുകൾ ചേർന്നിട്ടാണ് ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കുറെ അധികം കെമിക്കൽസ് ചേർന്നിട്ടാണ് ഒരു ലൈഫ് ആദ്യമായി ഉണ്ടായത് എന്ന്
പറഞ്ഞു വെച്ച ശാസ്ത്രജ്ഞര്. ആൻഡ് ഇത് ഒരു ലാബിൽ പ്രൂവ് ചെയ്തവരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ യൂറേ ആൻഡ് മില്ലർ എന്ന് പറയുന്നത് കേട്ടോ. സോ ആദ്യം ഈ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത് ഹാൽഡെയിനും ഒപ്പാരനുമാണ്. എന്നാൽ അത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തത് യൂറേ ആൻഡ് മില്ലർ ആണ് എന്നുകൂടി ഓർക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഹൈറാർക്കി കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ പ്ലേസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു ഹൈറാർക്കിയാണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കാതെ നോക്കിക്കേ. ആദ്യം വരുന്നത് KPCOFGS എന്ന് പറയുന്ന ആ ഒരു ഓർഡർ ഓർത്ത് വെക്കുക. കിങ്ഡം വരുന്നുണ്ട്, ഫൈലം വരുന്നുണ്ട്, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നാണ് ആ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ വരുന്നത്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് സ്പീഷീസ് ആണെന്ന് പറയാം, അല്ലെ? ഒരേ പോലുള്ള അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരേ സ്പീഷീസുകൾ ചേർന്നാണ് ഒരു ജീനസ് ഉണ്ടാവുക. സിമിലർ ആയിട്ടുള്ള ജീനസുകൾ ചേർന്ന് ഫാമിലി, അങ്ങനെ കുറെ ഫാമിലീസ് ചേർന്ന ഒരു ഓർഡർ, ഒത്തിരി ഓർഡേഴ്സ് ചേർന്ന് ഒരു ക്ലാസ്, ഒത്തിരി ക്ലാസ്സുകൾ ചേർന്ന് ഒരു ഫൈലം, ആൻഡ് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ഫൈലങ്ങൾ ചേർന്നുണ്ടാവുന്നതാണ് ഒരു കിങ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് കിങ്ഡം ആണ്. ഏറ്റവും ബേസിക് യൂണിറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പീഷീസുമാണ് എന്ന് പറഞ്ഞു വെക്കണം. അപ്പൊ ഈ ഒരു ഓർഡർ, ഈ ഒരു ഹൈറാർക്കി കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ശരി, അടുത്തതിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ക്ലാസിഫിക്കേഷന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം, അത് സ്പീഷീസ് ആണെന്ന് പറയാം, അല്ലെ? നോക്കി, ഇതുമായിട്ട് ബേസ് ചെയ്തിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ വിറ്റേക്കർ? RH വിറ്റേക്കർ മുന്നോട്ട് വെച്ച ഒരു ക്ലാസിഫിക്കേഷൻ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഓർഗാനിസംസിനെ മൊത്തം 5 ഗ്രൂപ്പുകളായി ക്ലാസിഫൈ ചെയ്തു. മൊണേറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റൈ, ആനിമാലിയ എന്ന് പറയുന്ന 5 ഗ്രൂപ്പുകളായി ക്ലാസിഫൈ ചെയ്തു. അപ്പൊ അതിനകത്ത് ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. നമ്മൾ പറഞ്ഞത് നോക്കിയേ, പ്രോട്ടോസോവ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇല്ല, അല്ലെ? പ്രോട്ടോസോവ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ എന്താണ്, അതൊരു സെപ്പറേറ്റ് കിങ്ഡം ആയിട്ട് RH വിറ്റേക്കറിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്കില്ല. നമുക്കുള്ളത് മൊണേറയുണ്ട്, പ്രോട്ടിസ്റ്റയുണ്ട്, ഫംഗൈയുണ്ട്, പ്ലാന്റയുണ്ട്, ആനിമാലിയുണ്ട്. പ്രോട്ടോസോവ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ പറ്റി അദ്ദേഹം മെൻഷൻ ചെയ്തിരുന്നില്ല. സോ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, പ്രോട്ടോസോവയാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ മൊണേറ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ബാക്ടീരിയകൾ വരുന്നത്. സോ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഈ ഒരു ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്നത്. ആൻഡ് പ്രോട്ടിസ്റ്റ എടുത്തു കഴിഞ്ഞാൽ യൂകാരിയോട്ടിക് ആണ്, പക്ഷെ മോസ്റ്റ്ലി യൂണിസെല്ലുലാർ ആണ്. ആൻഡ് ഫംഗൈ എടുത്തു കഴിഞ്ഞാൽ യൂകാരിയോട്ടിക് ആണ്, ഇതിൽ മോസ്റ്റ്ലി മൾട്ടി സെല്ലുലാർ ആണ്. എന്നാൽ ഈസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈസ്റ്റ് എന്താണ്? യൂണിസെല്ലുലാർ ആണെന്ന് ഓർക്കുക. പ്ലാന്റേ, നമ്മൾ പ്ലാന്റ്സ് വരുന്ന ഗ്രൂപ്പ് ആണ്, ഓഫ് കോഴ്സ് അത് യൂകാരിയോട്സ് ആണ്, മൾട്ടി സെല്ലുലാർ ആണ്, അല്ലെ? ആൻഡ് ഫൈനലി ആനിമൽസ് വരുന്ന ഗ്രൂപ്പ്, അതും യൂകാരിയോട്സ് ആണ്, മൾട്ടി സെല്ലുലാർ ആണ്. ഈ ഒരു 5 ഗ്രൂപ്പുകളായിട്ടാണ് RH വിറ്റേക്കർ ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, ഇനി ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിന്ന് തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, which of the following is the kingdom that contains unicellular organism with a prokaryotic cell organization such as bacteria? അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ബാക്ടീരിയ പോലെ പ്രോകാരിയോട്ടിക് സെല്ലുകൾ വരുന്ന യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വരുന്ന ഗ്രൂപ്പ് ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം മൊണേറ എന്ന് പറയുന്ന ഗ്രൂപ്പ് ആണ്, അല്ലെ? അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ്. അടുത്ത നോക്കിയേ, നമ്മുടെ വാട്ടറും മിനറൽസും എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റിന്റെ ഭാഗം ഏത് എന്നാണ് ചോദ്യം. നോക്കിക്കേ, സൈലമാണ് വാട്ടർ ആൻഡ് മിനറൽ ട്രാൻസ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഭാഗം. പ്ലാന്റിന്റെ ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈലം ആണ്. എന്നാൽ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് ഫ്ലോയമാണ് എന്ന് കൂടി ഓർത്ത് വെക്കുക. സൈലം, ഫ്ലോയം ഇത് രണ്ടും എന്താണ്? വാസ്കുലർ ടിഷ്യൂസ് ഓഫ് ദി പ്ലാന്റ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ഇനി ഗ്ലാൻഡുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ടിഷ്യൂ ഏത്? ഗ്ലാൻഡുകൾ, അല്ലെ? ഗ്ലാൻഡ്സ്, ഹോർമോൺസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡുകൾ ഉണ്ടാക്കിയിരിക്കുന്ന സെൽ ഏത് എന്നാണ് ചോദ്യം. ഓർത്ത് വെക്കുക, എപ്പിത്തീലിയൽ സെൽസ് വെച്ചിട്ടാണ് ഗ്ലാൻഡുകൾ നമുക്ക് കാണാനായിട്ട് പറ്റുക. എസ്പെഷ്യലി ഗ്ലാൻഡുകളിൽ കാണുന്ന എപ്പിത്തീലിയത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഗ്ലാൻഡ് തന്നെ 2 ടൈപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്, എക്സോക്രൈൻ ഗ്ലാൻഡും എൻഡോക്രൈൻ ഗ്ലാൻഡും. എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് വെച്ചാൽ ഡക്റ്റുകൾ വഴി അവരുടെ
സെക്രീഷൻസ് പുറത്തേക്ക് അവർ സെക്രീറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ എക്സോക്രൈൻ ഗ്ലാൻഡ് എന്നും, ആൻഡ് നമ്മുടെ ഡക്റ്റുകൾ ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ അതിനെ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നും ആണ് വിളിക്കുന്നത്. അങ്ങനെ 2 ടൈപ്പ് ഓഫ് ഗ്ലാൻഡിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്ന് കൂടി ഓർക്കാം. ഓക്കെ, നമ്മുടെ മസിൽ ടിഷ്യൂസ് അല്ലെ, നമ്മുടെ മസിൽ ടിഷ്യൂസ് ടോട്ടൽ എത്ര ടൈപ്പ് ഉണ്ട് എന്നാണ് ചോദ്യം. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പ്രധാനമായും 3 ടൈപ്പ് മസിൽസ് ആണ് വരുന്നത് അല്ലെ. സ്കെലറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ. സ്കെലറ്റൽ മസിൽ എന്താണ്? നമ്മുടെ ബോൺസുമായി അല്ലെങ്കിൽ സ്കെലിറ്റണുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്നവയാണെങ്കിൽ നമ്മൾ സ്കെലറ്റൽ മസിൽസ് എന്നാണ് വിളിക്കുക. നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ് സ്കെലറ്റൽ മസിൽസ് എന്ന് പറയുന്നത്. സ്മൂത്ത് മസിൽ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ കാണുന്ന മസിൽസ് ആണ് സ്മൂത്ത് മസിൽസ്. അത് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ്, നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നവരാണ് സ്മൂത്ത് മസിൽസ്, അല്ലെങ്കിൽ ചെയ്യുന്നവരാണ് സ്മൂത്ത് മസിൽസ്. ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ആൻഡ് കാർഡിയാക് മസിൽസ് പേരിൽ തന്നെയുണ്ട്, ഹാർട്ടിൽ കാണുന്ന മസിൽസ് ആണ്. സോ അതും ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ് ചെയ്യുന്നത്. ഇങ്ങനെ 3 ടൈപ്പ് മസിൽസ് ആണ് കാണുന്നത്. സോ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ സി 3 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ശരി. ഇനി നോക്കിക്കേ, ക്ലോറോഫിൽ കണ്ടെയ്ൻസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് എലമെന്റ്സ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് എലമെന്റ് ആണ് ക്ലോറോഫിലിൽ കാണുന്നത്? അതും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിക്കുന്നതാണ് ബ്ലഡിനകത്ത് കാണുന്നത് അയൺ ആണ് എന്ന് പഠിക്കുന്നത് പോലെ തന്നെ അതിന്റെ ഒപ്പം നമ്മൾ പഠിക്കുന്നതാണ് ക്ലോറോഫിലിൽ കാണുന്നത് മഗ്നീഷ്യം ആണ് എന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ്? പ്ലാന്റ് സെൽ ഹാവ് സ്മോളർ വാക്യൂൾ ദാൻ ആനിമൽ സെൽ. ഇനി നമുക്ക് താഴത്തേക്ക് വായിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ആദ്യം തന്നെ നമുക്ക് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കിട്ടി. നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞതാണ് പ്ലാന്റ് സെൽസിന്റെ വാക്യൂൾ ആനിമൽ സെൽസിനേക്കാൾ ലാർജർ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞതല്ലേ. അപ്പൊ ഓപ്ഷൻ എ തന്നെയാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. പ്ലാന്റ് സെൽസ് എന്ന് പറയുന്നത് ആനിമൽ സെൽസിനേക്കാൾ ജനറലി ലാർജർ ആയിരിക്കും. കറക്റ്റ് ആണ്. ആനിമൽ സെൽസിൽ പ്ലാസ്റ്റഡ് ഇല്ല, കാരണം ആനിമൽ സെൽസ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നില്ലല്ലോ. പ്ലാന്റ് സെൽസ് ഹാവ് സെൽ വാൾ, കറക്റ്റ് ആണ്. ആനിമൽ സെൽസിൽ ഇല്ല. സോ നമ്മുടെ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാ? ഓപ്ഷൻ എ ആണ്. ശരി, ഇനി ഇതില് നമ്മുടെ സെൽ ഡിവിഷന്റെ ടൈമിൽ ക്രോമസോംസ് എല്ലാം വന്നിട്ട് സെന്ററിലായിട്ട് ഒരു ഇക്വറ്റോറിയൽ പ്ലേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ക്രോമസോംസ് വന്ന് ഇരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഇപ്പൊ ഇതൊരു ഇക്വറ്റോറിയൽ പ്ലേറ്റ് ആണെങ്കിൽ ഈ ഇക്വറ്റോറിയൽ പ്ലേറ്റിൽ ക്രോമസോംസ് വന്ന് അറേഞ്ച് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ആ സ്റ്റേജ് ആണ് നമ്മുടെ മെറ്റാഫേസ് എന്ന് പറയുന്നത്. ഏതാണ്? മെറ്റാഫേസ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കണം. നമുക്ക് പ്രധാനമായും ആനാഫേസ്, മെറ്റാഫേസ്, ടീലോഫേസ്, പ്രോഫേസ് എന്നൊക്കെ പറഞ്ഞ സ്റ്റേജ് ആണുള്ളത്. ആദ്യം പ്രോഫേസ് ആണ് വരുന്നത്. പ്രോഫേസിനകത്ത് നമ്മുടെ ക്രോമസോംസ് ഒക്കെ എന്താണ് നല്ല തിക്കാവുന്നു. നമ്മുടെ ഈ പറയുന്ന ന്യൂക്ലിയസ് എന്ന് പറയുന്നതിന്റെ കോട്ടിങ് എല്ലാം പോകുന്നു. ആൻഡ് പ്രോഫേസ് കഴിഞ്ഞാൽ ആനാഫേസ് ആണ്, നമ്മുടെ പ്രോഫേസ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഫേസ് ആണ് മെറ്റാഫേസ് എന്ന് പറയുന്നത്. അതായത് ക്രോമസോംസ് എല്ലാം സെന്ററിൽ വന്ന് അലൈൻ ചെയ്ത് നിൽക്കുന്നു. അത് കഴിഞ്ഞ് നടക്കുന്ന ഫേസ് ആണ് ആനാഫേസ് എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് രണ്ടും 2 പോൾസിലേക്ക് സെപ്പറേറ്റ് ചെയ്യുന്നു. ടീലോഫേസ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ക്രോമസോംസ് 2 പോൾസിലായിട്ട് എത്തുന്ന ഫേസ് ആണ് കേട്ടോ. അത് ഓർത്ത് വെക്കാം. ഇനി വളരെ ഈസി ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ജെല്ലി ലൈക്ക് substance which is seen between the nucleus and cell membrane. സെൽ മെംബ്രെയിനും ന്യൂക്ലിയസിനും ഇടയ്ക്ക് കാണുന്ന ആ ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ്. ഈസിയാണ്. നമ്മൾ അതിനെ സൈറ്റോപ്ലാസം എന്നാണ് വിളിക്കുന്നത് അല്ലെ. ഒരു സെല്ലിന്റെ അകത്ത് ഈ സെൽ ഓർഗനൽസ് എല്ലാം കാണുന്ന ജെല്ലി ലൈക്ക് മാട്രിക്സിനെ വിളിക്കുന്ന പേര് സൈറ്റോപ്ലാസം എന്നാണ്. സൈറ്റോപ്ലാസം. ഇനി നോക്കിക്കേ, ഒരു എഗ്ഗും സ്പേമും തമ്മിൽ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന സിംഗിൾ സെൽഡ് ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ വിളിക്കുന്ന പേര് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. ആ സിംഗിൾ സെൽഡ് എഗ്ഗിനെ വിളിക്കുന്ന പേര് നമ്മൾ സൈഗോട്ട് എന്നാണ് വിളിക്കുന്നത്. എഗ്ഗും സ്പേമും ഫ്യൂസ് ചെയ്ത് ഉണ്ടാവുന്ന ആ സിംഗിൾ സെൽ 46 ക്രോമസോം ഉള്ള ആ സിംഗിൾ സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേര് സൈഗോട്ട് എന്നാണ്. ഓർത്ത് വെക്കാലോ. ശരി, ഇനി നോക്കി, ഓങ്കോളജി എന്തുമായി ബന്ധപ്പെട്ടതാണ് ഈ ഓങ്കോളജി എന്ന് പറയുന്നത്? ഈസി അല്ലേ. ക്യാൻസറുമായി ബന്ധപ്പെട്ട മേഖലയാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷനകത്ത് ഓസ്റ്റിയോപോറസിസ് എന്ന് കണ്ടിട്ടുണ്ട്. അതെന്താണ്? ബോൺസ് വീക്ക് ആവുന്ന ഒരു പെർട്ടിക്കുലർ ഡിസീസ് ആണ് ഓസ്റ്റിയോപോറസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ പറഞ്ഞ ഡയബറ്റിസ് എന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ബ്ലഡിനകത്ത് ഷുഗർ ലെവൽ കൂടുന്നതാണ് ഡയബറ്റിസ് എന്ന് വിളിക്കുന്നത്. റീനൽ ഫെയിലിയർ എന്ന് വെച്ചാൽ എന്താ? കിഡ്നി ഫെയിലിയർ ആണ് നമ്മൾ റീനൽ ഫെയിലിയർ എന്ന് വിളിക്കുക. സോ ഇവിടെ ഓങ്കോളജി എന്ന് വെച്ചാൽ ക്യാൻസറുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തു വെക്കാം. Okay, which kingdom would you place all organisms which are multicellular eukaryotic nucleus with cell wall? കണ്ടോ, സെൽ വാൾ ഉള്ള ന്യൂക്ലിയസ് ഉള്ള
നമ്മുടെ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസിനെ എവിടെ പ്ലേസ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇതാണ് സെൽ വാൾ ഉണ്ട് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, മൾട്ടി സെല്ലുലാർ ആണ്. അപ്പൊ നമുക്ക് പ്ലാന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താം അല്ലെ, പ്ലാന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താം. ഓക്കെ, ഇനി അടുത്ത നോക്കിയാൽ ഫാമിലിയുടെയും സ്പീഷീസിന്റെയും ഇൻ ബിറ്റ്വീൻ വരുന്ന ക്ലാസിഫിക്കേഷൻ ഏതാണെന്നാണ്. നമ്മൾ ആ ഒരു ഹൈറാർക്കി കൃത്യമായിട്ട് പറഞ്ഞു അല്ലെ. ഇപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്, ഫാമിലിയുടെയും സ്പീഷീസിന്റെയും ഇടയ്ക്ക്, അതായത് ഫാമിലിയുടെയും സ്പീഷീസിന്റെയും ഇടയ്ക്ക് വരുന്നത് ഏതാണ്, നമ്മൾ പഠിച്ചാണ് ജീനസ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. സോ നമ്മുടെ ആൻസർ എന്ത് വരണം, ഓപ്ഷൻ സി ജീനസ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ആർ ഡിവോയിഡ് ഓഫ് ദ റെസ്പിറേറ്ററി, എക്സ്ക്രീറ്ററി ആൻഡ് സർക്കുലേറ്ററി ഓർഗൻസ്. താഴെ കൊടുത്തിരിക്കുന്ന ഫൈലകളാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഈ ഫൈലകളിൽ ഏതിനകത്താണ് ഈ പറയുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഓർഗൻസ് ഒന്നും ഇല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ആദ്യത്തെ കാറ്റഗറി ആയിട്ടുള്ള ഫൈലം പോറിഫെറ എന്ന് പറയുന്ന ഗ്രൂപ്പ്, സ്പോഞ്ചുകൾ വരുന്ന ഗ്രൂപ്പ് അല്ലെ. ആ സ്പോഞ്ചുകൾ വരുന്ന ഗ്രൂപ്പിൽ അവർക്ക് ഈ പറയുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറുകൾ ഒന്നുമില്ല, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ സ്പോഞ്ചസ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. ആൻഡ് ഓപ്ഷനിൽ ടേപ്പ് വോം പറഞ്ഞിട്ടുണ്ട്, അത് പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് വരുന്നത്. നമ്മുടെ ത്രെഡ് വോം എന്ന് പറയുന്ന എമറ്റോള, റൗണ്ട് വോംസ് വരുന്ന ഗ്രൂപ്പിലാണ് വരുന്നത്. ആൻഡ് നമ്മൾ ലിവർ ഫ്ലൂക്ക് എന്ന് പറയുന്നത് ഫ്ലാറ്റ് വോംസ്, പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് വരുന്നത്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ് ഇഫ് ദ മെൻഡൽ ഹാസ് നോട്ട് സ്റ്റഡീഡ് ദ F2 ജനറേഷൻ. നമ്മുടെ ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് F2 ജനറേഷനെ പറ്റിയിട്ട് എക്സ്പെരിമെന്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്ത് പറ്റുമായിരുന്നു എന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാപിറ്റൽ ടി സ്മോൾ ടി ചെയ്തപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടി. ഇത് F1 ജനറേഷൻ. ഈ F1 ജനറേഷനെ വീണ്ടും ക്രോസ് ചെയ്യിച്ചു. അപ്പൊ നമുക്ക് കിട്ടി, നമുക്ക് ക്യാപിറ്റൽ ടി കിട്ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി 2 തവണ കിട്ടി അല്ലെ, ക്യാപിറ്റൽ ടി സ്മോൾ ടി 2 തവണ കിട്ടി. ആൻഡ് സ്മോൾ ടിയും കിട്ടി. അവിടെ നമുക്ക് ഡ്വാർഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കൂടി ഇവിടെ എക്സ്പ്രസ് ചെയ്തു. എന്നാൽ F1 ജനറേഷനിൽ എല്ലാവരും ടോൾ ആയിരുന്നു. F2 നോക്കിയപ്പോൾ ഡ്വാർഫ് ആയിട്ടുള്ള ഒരു പ്ലാന്റിനെ കൂടി നമുക്ക് കിട്ടി. അപ്പൊ അദ്ദേഹം ഈ F2 ജനറേഷനിൽ എക്സ്പെരിമെന്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞ റെസസീവ് ആയിട്ടുള്ള ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാവില്ലായിരുന്നു. സോ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, he would not have actually discovered the recessive trait. നമ്മുടെ റെസസീവ് ആയിട്ടുള്ള ട്രേറ്റിനെ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ലായിരുന്നു ഏത് F2 ജനറേഷനിൽ എക്സ്പെരിമെന്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ശരി. അടുത്ത് നോക്കിക്കേ, നമ്മുടെ ജീൻസ് കൺട്രോൾ ദ ട്രേറ്റ്സ് ത്രൂ ദ ആക്ടിവിറ്റി ഓഫ്. നമ്മുടെ ജീനുകൾ എങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ജീനുകൾ സ്പെഷ്യൽ ആയിട്ടുള്ള എൻസൈംസ് ഉണ്ടാക്കും അല്ലെ. ഈ ജീൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജീനിൽ നിന്നും mRNA ഉണ്ടാവും, mRNAയിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാവും. ഈ പ്രോട്ടീൻ എന്ന് വെച്ചാൽ ബേസിക്കലി എൻസൈംസ് തന്നെയാണ് അല്ലെ. അപ്പൊ എൻസൈമുകൾ വഴിയാണ് അത് നമ്മുടെ ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ ട്രേറ്റ്സിനെ അത് കൺട്രോൾ ചെയ്യുന്നത്. സോ നമ്മുടെ ആൻസർ ഏതാ, ഓപ്ഷൻ സി എൻസൈം ആണ്. ശരിക്കും ബിയും സിയും തമ്മിലൊന്ന് എക്സ്ചേഞ്ച് ആയി പോയിട്ടുണ്ട്. സോ ഓപ്ഷൻ സി എന്ന് തന്നെ പറയാം. ഓപ്ഷൻ സി എൻസൈംസ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ദ സ്റ്റഡി ഓഫ് ഹെമറ്റോളജി ഇസ് ആക്ച്വലി ലിങ്ക് ടു നമ്മുടെ ഹെമറ്റോളജി ഹീം എന്നൊക്കെ കേൾക്കുമ്പോഴേ മനസ്സിലാവും അത് എന്തുമായി ബന്ധപ്പെട്ടതാ, ബ്ലഡുമായി ബന്ധപ്പെട്ടാണ്. ബ്ലഡ് ആൻഡ് ബ്ലഡ് സെൽസിനെ പറ്റി പഠിക്കുന്ന ശാഖയാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ബ്ലഡ് ആണ് നമ്മുടെ ആൻസർ കേട്ടോ. അടുത്ത് നോക്കിയേ, ഫാറ്റിനെ സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂവിന്റെ പേരെന്താണ്? വിച്ച് ഇസ് ദ ടിഷ്യൂ ദാറ്റ് സ്റ്റോർസ് ഫാറ്റ്. ഫാറ്റിനെ സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂവിന്റെ പേരാണ് അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത്. അതെന്താണ്? നമ്മൾ ലിപ്പിഡ്സ് അല്ലെങ്കിൽ ഫാറ്റിനെ സ്റ്റോർ ചെയ്യുക, എനർജി സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഒരു ഇൻസുലേഷൻ ആയിട്ട് പ്രവർത്തിക്കുന്നതൊക്കെ ഉള്ള ഒരു ടിഷ്യൂ ആണ് നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത്. അത് കൃത്യമായി ഓർത്തിരിക്കുക. ഇനി അടുത്ത നോക്കിക്കേ, which fluid carries absorbed fat from the intestine and drains excess fluid from the extracellular space back to fluid. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും ഡൈജസ്റ്റ് ചെയ്ത മെറ്റീരിയലിൽ നിന്നും ഫാറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ലിക്വിഡ് ഏതാണ് എന്നാണ് ചോദ്യം. ഫാറ്റിനെ അബ്സോർബ് ചെയ്ത് വീണ്ടും ബ്ലഡിലേക്ക് കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഫ്ലൂയിഡ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ലിംഫ് ആണ്. ലിംഫ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് ആണ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന എന്താ പറയാ
ലിംഫ് നോഡ്സ് വഴിയൊക്കെ പ്രോപ്പർ ആയിട്ട് സർക്കുലേറ്റ് ചെയ്ത് അത് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ എത്തുമ്പോൾ നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ടുള്ള ഫാറ്റിനെ പ്രോപ്പറായി അബ്സോർബ് ചെയ്ത് അത് എല്ലായിടത്തേക്കും സർക്കുലേറ്റ് ചെയ്യിച്ച് വീണ്ടും ബ്ലഡിലേക്ക് തന്നെ ഡിപ്പോസിറ്റ് ചെയ്യുന്നവരാണ് ആര്? ലിംഫ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ഓർക്കുക, ലിംഫിനെ പറ്റി ഓർക്കുക. ഓക്കെ, ഇനി ബ്ലഡ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ടിഷ്യൂ ആണെന്നാണ് ചോദ്യം. ബ്ലഡ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ബ്ലഡ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്, യോജക കല അല്ലെ. ഫ്ലൂയിഡ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. നോക്കിയേ, ഡാഷ് ടിഷ്യൂ ഇസ് കമ്പോസ്ഡ് ഓഫ് ഡെഡ് സെൽസ്. ഡെഡ് സെൽസാൽ നിർമ്മിതമായ ടിഷ്യൂവിന്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കണം. സ്ക്ലീറൻ കൈമ എന്ന് പറയുന്ന സെല്ലാണ് ഡെഡ് സെൽസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, സ്ക്ലീറൻ കൈമ എന്ന് പറഞ്ഞ ടിഷ്യൂസ് എന്താണ്? ഡെഡ് സെൽസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇത് മെയിൻ ആയിട്ടും ഫൈബേഴ്സ് ആയിട്ടൊക്കെ നമ്മൾ കാണുന്ന ഭാഗമാണ് എന്ത്? ഈ പറയുന്നത് സ്ക്ലീറൻ കൈമ. സെൽസിനകത്ത് ആ ഒരു സെല്ലിൻ്റെതായിട്ടുള്ള ആ ഒരു ഷേപ്പും ആ ഒരു സ്ട്രെങ്ത്തും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്ക്ലീറൻ കൈമ സെൽസിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽസിൽ ആരാണ് ഏറ്റവും കൂടുതൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്? 1 ഗ്രാമിൽ തന്നെ ഏറ്റവും കൂടുതൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ആര് എന്നാണ് ചോദ്യം. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കണം. ഫാറ്റിൽ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് 9 കാലറി എനർജി നമുക്ക് കിട്ടുന്നുണ്ട് പെർ ഗ്രാം ആണ് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് എടുത്തു കഴിഞ്ഞാൽ 4K കാലറി, പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ 4K കാലറി, ആൻഡ് നമ്മുടെ റഫേജ് ഫൈബർ എടുത്തു കഴിഞ്ഞാൽ അതൊന്നും പ്രത്യേക നമുക്ക് എന്താ സെപ്പറേറ്റ് ഒരു എനർജി ഒന്നും കിട്ടുന്നില്ല. സോ ഇതിൽ ഏറ്റവും കൂടുതൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫാറ്റ് തന്നെയാണ് കേട്ടോ. 1 ഗ്രാമിൽ നിന്നും ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാക്കുന്നത് ആര്? അത് ഫാറ്റ് ആണ്. സോ നമ്മുടെ ആൻസർ ഏത് വരണം? ഓപ്ഷൻ ഡി ഫാറ്റ് വരണം. ഓക്കെ, ശരി, അടുത്ത നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഇസ് എ വെർസറ്റൈൽ എലമെന്റ് ദാറ്റ് ഫോംസ് ദ ബേസിസ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ആൻഡ് മെനി ഓഫ് ദ തിങ്സ് വി യൂസ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതിലും ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡി എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന എലമെന്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സംശയവുമില്ലാതെ കാർബൺ ആണെന്ന് പറയാം. കാരണം നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എന്തെടുത്താലും അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏത് തന്നെയാണ്? കാർബൺ തന്നെയാണ്. ശരിയല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സം ഫീച്ചേഴ്സ് ഓഫ് ദ ജീൻസ് ആർ മെൻഷൻ ബിലോ. വിച്ച് ഓപ്ഷൻ സ്റ്റേറ്റ്സ് ദ ഇൻകറക്റ്റ് ഫീച്ചർ ഓഫ് എ ജീൻ? താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ജീനിനെ പറ്റിയിട്ട് എന്നാണ് ചോദ്യം. നോക്കിയത് ദേ ഡു നോട്ട് അണ്ടർഗോ എനി ചേഞ്ച് എന്ന് പറയുന്നുണ്ട്. ദേ control the traits by producing proteins എന്ന് പറയുന്നു. Each germ cell has one gene set എന്ന് പറയുന്നു. And they are the segment of DNA എന്ന് പറയുന്നു. നമുക്ക് വായിക്കുമ്പോഴേ മനസ്സിലാവും ജീനുകളിൽ യാതൊരുവിധ ചേഞ്ചും ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത്. അല്ല, ജീൻ കോൺസ്റ്റന്റ്ലി എന്താണ്? അതില് ഈ പറഞ്ഞ മ്യൂട്ടേഷൻസും കാര്യങ്ങളും എല്ലാം അക്യുമുലേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ്? ഓഫ് കോഴ്സ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് എന്ന് നമുക്ക് പറയാലോ. നോക്കിക്കേ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഹ്യൂമൻ മെയിൽസ് ദ സെക്സ് ക്രോമസോം പ്രസന്റ് ആർ XY and what is the ഡിഫറൻസ് ബിറ്റ്വീൻ ദം? അതായത് നമ്മുടെ എക്സും വൈയും 2 ക്രോമസോംസ് ആണ് മെയിൽസിൽ വരുന്നത്. ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നോക്കിയേ, എക്സ് ക്രോമസോം എന്ന് പറയുന്നത് എപ്പോഴും വൈ ക്രോമസോമിനേക്കാൾ വലുതായിരിക്കും, അല്ലെങ്കിൽ വൈ ക്രോമസോം എക്സ് ക്രോമസോമിനേക്കാൾ എപ്പോഴും ചെറുതായിരിക്കും എന്ന് ഓർത്തിരിക്കുക. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ശരി, ഇനി താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ നമ്മുടെ മെൻഡലിന്റെ ജനറ്റിക് എക്സ്പെരിമെന്റിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻ ഏതാണ് എന്നാണ് ചോദ്യം. നോക്കിക്കേ, അക്കോർഡിംഗ് ടു ദ മെൻഡൽസ് ലോ ജീൻസ് എന്ന് പറയുന്നത് എപ്പോഴും ജോഡിയായിട്ടായിരിക്കും ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൽ കാണുക. ജീൻസ് എപ്പോഴും ഒരു ജോഡിയായിട്ടായിരിക്കും ഡിപ്ലോയിഡ് ക്രോമസോമിൽ കാണുക. ആൻഡ് ഗാമേറ്റ് ഫോർമേഷന്റെ ടൈമിൽ ഒരു ജീനിലെ 2 അല്ലീൽസും സെപ്പറേറ്റ് ആവുമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓരോ ഗാമേറ്റിലും ഓരോ അല്ലീൽസ് വീതം മാത്രമേ കിട്ടുള്ളൂ എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈച്ച് ഗമേറ്റ് ഹാസ് 2 copies ഓഫ് സെയിം ജീൻ എന്ന് പറയുന്നു. ആണോ? അല്ല, ഓരോ എഗ്ഗിലാണെങ്കിലും സ്പേമിലാണെങ്കിലും ഒരു ജീനിന്റെ ഒരു കോപ്പി മാത്രമേ ഉണ്ടാവൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതിന്റെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ? ഓപ്ഷൻ സി ആണ് അതിന്റെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ലാസ്റ്റ് ക്വസ്റ്റിനോട് കൂടി നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ നമ്മുടെ സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത്, ബയോളജി എന്ന് പറയുന്ന ഭാഗത്ത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇത്രയും നേരം കൊണ്ട് ഡിസ്കസ് ചെയ്തത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഇതിനു വേണ്ടി നിങ്ങൾ കോൺസെപ്റ്റുകൾ ഒത്തിരി അധികം വായിച്ചു പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. നമ്മുടെ PYQs നോക്കിയാൽ തന്നെ ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടും ഏതൊക്കെ ഭാഗത്തു നിന്നാണ് എപ്പോഴും ചോദിക്കുന്നത് എന്ന് ഉള്ളത്. ഓക്കെ, അപ്പൊ അത് കൃത്യമായി നോക്കിക്കൊണ്ട്
പോയി കഴിഞ്ഞാൽ നമ്മുടെ RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന എക്സാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. ഏതൊരാളുടെയും സ്വപ്ന ജോലിയാണ് ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി സ്വന്തമാക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ നിങ്ങൾക്കും ആ ഒരു സ്വപ്ന ജോലിയിലേക്ക് തീർച്ചയായിട്ടും എത്താം. നമ്മുടെ CC നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. റെയിൽവേ എക്സാംസ് ഏതും തന്നെ ആയിക്കോട്ടെ, RRB NTPC, RRB ALP, RRB ഗ്രൂപ്പ് ഡി എക്സാം ഏതും ആയിക്കോട്ടെ, നമ്മുടെ CCയിൽ കൃത്യമായിട്ടുള്ള ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പോഴേ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് നോക്കിക്കൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ആ ഒരു നിങ്ങൾ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വീക്ക് എന്നുള്ളത് കൃത്യമായി മനസ്സിലായിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ബാച്ചുകൾ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ബാച്ചിന്റെ ഭാഗമാകാൻ നമ്മുടെ ന്യൂ ലോങ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാച്ചിന്റെ ഭാഗമാകാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും നമ്മുടെ ബോർഡ് നമ്പറിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മുടെ ഈ പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റെയിൽവേ എക്സാംസിന്റെ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ ഈ ഫ്രീ ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ QR കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്യുക. ഈ ഗ്രൂപ്പിൽ കൃത്യമായിട്ട് ഏതൊക്കെ എക്സാംസ് ആണ് വരുന്നത്, എപ്പോഴാണ് അതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ്, എപ്പോഴാണ് ആപ്ലിക്കേഷൻ എൻഡ് ഡേറ്റ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. CC ഓണം, നല്ലോണം പഠിച്ചോണം.